മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായ അംഗങ്ങൾ ഇസ്ലാമിൻ്റെ ആ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് വല്ലാതെ വഴുതി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കാഴ്ചയിൽ എല്ലാവരും നല്ല മുസ്ലിങ്ങളും വലിയ ഇസ്ലാമിയത്തൊക്കെ പ്രത്യക്ഷത്തിൽ കാണാമെങ്കിലും ശരിക്കും നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ആളുകളെ, നമ്മുടെ യുവതി യുവാക്കളെ ശ്രദ്ധിച്ചാൽ മതപരമായ വിശ്വാസവും ചിട്ടകളും വളരെ കുറവാണ്. ഇപ്പൊ കുറച്ച് അടുത്ത കാലഘട്ടങ്ങളിലായി നമ്മുടെ സ്ത്രീകൾ, പെൺകുട്ടികളായാലും കുടുംബിനികളായാലും മാർഗം തെറ്റി, നേരായ മാർഗം തെറ്റി തെന്നിപ്പോകുന്ന ഒരു സാഹചര്യം വ്യാപകമായി കണ്ടുവരികയാണ്. യുവതികളാണെങ്കിൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തതുമായ ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന, പ്രണയിച്ച് വിവാഹം ചെയ്തു പോകുന്ന ഒരു സാഹചര്യം. അതിനേക്കാളെല്ലാം ഉപരിയായി വീട്ടിൽ ഭർതൃമതികളായ വിവാഹം കഴിച്ച് മക്കളുമായി സുഖസന്തോഷത്തോടുകൂടി ജീവിക്കുന്ന നമ്മുടെ സഹോദരിമാർ മറ്റു മതക്കാരോ അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങൾ സ്ഥാപിച്ച് രഹസ്യമായോ അതല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളോ മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ ആയ ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സമ്പ്രദായം സർവ്വവ്യാപകമായി നമ്മുടെ നാടുകളിൽ നടന്നു വരികയാണ്. ഒരു ക്രൈസ്തവ മതത്തിലൊക്കെ എന്ന് പറഞ്ഞ എല്ലാ പള്ളികളും രൂപതകളുടെ കീഴിലായതുകൊണ്ട് കൃത്യമായ കണക്ക് അവർക്കുണ്ട്. അവരുടെ പള്ളികളെല്ലാം ഓരോ ഏതെങ്കിലും രൂപതകൾക്ക് കീഴിലായിരിക്കും. അപ്പൊ അതിന് മേലധ്യക്ഷന്മാരും സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൃത്യമായി അവർക്ക് കണക്കുകളുണ്ട്. നമുക്ക് അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല. ഇപ്പൊ ഒരാഴ്ച മുമ്പാണ് നമ്മൾ എന്റെ വീടിന്റെ തൊട്ടടുത്ത് നിന്ന് വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെണ്ണ്, 6 വയസ്സും 2.5 വയസ്സുമുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമുള്ള ഒരു പെണ്ണ്, എല്ലാ സുഖ സൗകര്യങ്ങളുള്ള സൗകര്യപ്രദമായ വീട്ടിൽ സുഖമായി ജീവിക്കുന്ന പെണ്ണ് ഒരു അന്യമതക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി. അതിന്റെ 6 വയസ്സും 2.5 വയസ്സുമുള്ള കുട്ടികൾ വാവിട്ട് വരകിൽ കരയുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. 2.5 വയസ്സുള്ള പെൺകുട്ടി, അത് തള്ളയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? തള്ളയില്ലാതെ ഉറങ്ങുവോ? തള്ളയില്ലാതെ ഭക്ഷണം കഴിക്കുവോ? ഒരു ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, കേസ് കൊടുത്തു, അന്വേഷിച്ച് പിടിച്ച് പെണ്ണിനെ കണ്ടെത്തി. 10-25 പവൻ സ്വർണവും കൈയെടുത്തോണ്ടാ പോയത്. അവിടെ ചെന്നപ്പോ ഞാൻ നിന്റെ ഈ ചെറുക്കൻ്റെ കൂടെയാ ജീവിക്കുന്നുള്ളൂ, നീ എല്ലാം ഉപയോഗിച്ച് പോയാണെങ്കിൽ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയതിനാന്ന് ചോദിച്ചപ്പോ സ്വർണ്ണമെല്ലാം ഊരി പാപ്പാടെ കയ്യിലേക്ക്, പാപ്പായും നാത്തൂരും കൂടിയാ പോയത്, കയ്യിലേക്ക് എടുത്തു കൊടുത്തു. അമേരിക്കയിലും ലണ്ടനിലും അല്ല, എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു സ്വന്തത്തിൽപ്പെട്ട ആളാ. സംഭവം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അതിന് തൊട്ടു മുമ്പാണ് പഴക്കാപ്പള്ളിയിൽ നിന്നൊരു പെണ്ണ് വിവാഹം കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്ന പെണ്ണ് വേറൊരു അമുസ്ലിം സഹോദരന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇപ്പൊ ഈ അടുത്താണ് ഒരു ഉസ്താദിന്റെ മകള്, നിങ്ങളൊക്കെ അറിയുന്ന ഉസ്താദാണ്, ആ ഉസ്താദിന്റെ മകള് അന്യമതക്കാരനായ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. നമുക്കിതിനെ കോമൺ ആയി വേണമെങ്കിൽ പറയാം, ഹിദായത്ത് ഇല്ലാത്തത് കൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയതാണ് എന്ന് കോമൺ ആയിട്ട് വേണ്ടി നമുക്ക് പറയാം. പക്ഷെ ഇതൊക്കെ വല്ലവന്റെയും വീട്ടിൽ നടക്കുമ്പോൾ കേൾക്കാൻ വലിയ രസമാ. ഇതെല്ലാം അവനവന്റെ ജീവിതത്തിലേക്ക്, അവനവന്റെ കുടുംബത്തിലേക്ക് വന്ന് കയറുമ്പോഴാണ് ഇതിന്റെയൊക്കെ പ്രയാസം എന്താണെന്ന് മനസ്സിലാവുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതാരും നമ്മൾ പഠിപ്പിച്ചു തരാനോ മഹല്ലുകളിൽ അതിന് സംവിധാനം ഉണ്ടാക്കാനോ ആരും ഇതിന് മെനക്കെടൂല. ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചന്തമാണെന്ന് പറഞ്ഞതുപോലെ എന്റെയും നിങ്ങളുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളോ നമ്മുടെയൊക്കെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൊട്ടടുത്തുള്ളവരുന്ന് കളിയാക്കുന്നല്ലാതെ ഇതിനൊന്നും ആരും ഒരു പരിഹാരം നിർദ്ദേശിക്കൂല. അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നമ്മൾ തന്നെ നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. പ്രണയം എന്ന് പറയുന്നത് വളരെ മനോഹരമായ സംഗതിയാണ്. അത് വേണ്ടോടത്ത് ചെലവാക്കുമ്പോ, ഭാര്യയെ പ്രണയിച്ചാൽ
ഭാര്യ ഭർത്താവിനെ പ്രണയിച്ചാൽ, ഭർത്താവ് ഭാര്യയെ പ്രണയിച്ചാൽ വളരെ മനോഹരമാണ്. പക്ഷെ ഒരുത്തൻ മറ്റൊരുത്തന്റെ ഭാര്യയെ പ്രണയിച്ചാൽ അതത്ര രസമുള്ള പരിപാടിയല്ല. കത്തി കൊണ്ട് നമുക്ക് ആപ്പിൾ മുറിക്കാം, മൂസമ്പി മുറിക്കാം. അതുകൊണ്ട് അടുത്തുള്ള എന്റെ പള്ളക്ക് കയറ്റിയാൽ അത്ര സുഖമുള്ള പരിപാടി ആയിരിക്കില്ല. ലോകത്താദ്യമായി നടന്നിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് കാബീലും ഹാബീലിന്റെ ഇടയിലുള്ള സംഭവമാണ്. നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാ. കാബീല് ജ്യേഷ്ഠൻ, ഹാബീൽ അനുജൻ. കാബീലിന്റെ അന്നത്തെ കാലത്തെ രീതി അനുസരിച്ച് ഒരു പ്രസവത്തില് ഹവ്വ ഉമ്മ പ്രസവിക്കുന്നത് ഒരാണും ഒരു പെണ്ണും. പിന്നെ പ്രസവിക്കുന്നത് വീണ്ടും ആണും പെണ്ണും. ആദ്യത്തെ പ്രസവത്തിലെ ആണും രണ്ടാമത്തെ പ്രസവത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കും. രണ്ടാമത്തെ പ്രസവത്തിലെ ആണ് ആദ്യത്തെ പ്രസവത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കും. വേറെ പെണ്ണും ആണും ഇല്ല. പക്ഷേ കാബീല് മൂത്തവന്റെ കൂടെ പ്രസവിച്ച പെണ്ണിനെ കണ്ടപ്പോ കാബീലിന് ഇഷ്ടം കൂടി, പ്രണയം കൂടി. കാബീല് പറഞ്ഞു, ഈ പെണ്ണിനെ അനിയനായ ഹാബീൽ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ പ്രശ്നമില്ല, ആ പെണ്ണിനെ എനിക്ക് തന്നെ വേണം. പ്രണയത്തിന്റെ പ്രശ്നം ആദ്യം ആരംഭിക്കുന്നത് അവിടെയാണ്. ഒളിച്ചോടാൻ നിർവാഹമില്ല, അങ്ങോട്ടാ ഒളിച്ചോടുക. അന്നത്തെ നിയമമനുസരിച്ച് അതിനെ മറികടക്കാനുള്ള കഴിവില്ല. ഇന്നും അതാ സംഭവിക്കുന്നത്. സാമൂഹിക ചുറ്റുപാട് ഇടങ്ങേറാവുമ്പോഴാണ് ഒളിച്ചോടി ഇറങ്ങി ഓടുന്നത്. കാബീൽ ഇങ്ങനെ ചിന്തിച്ചു, ഇതിന്നപ്പോ പരിഹാരം. സാൻ എന്താ ചെയ്തേ? അനുജനെ തലക്കടിച്ചു കൊന്നു. ഹാബീൽ എന്ത് ചെയ്തു? ഹാബീലല്ല, കാബീല് മൂത്തവൻ. ആ പെണ്ണിനെ അനുജന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഹാബീലിനെ തലക്കടിച്ചു കൊന്നുകളഞ്ഞു. പിന്നെ അതിനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, അതൊക്കെ സമയമില്ല. പ്രണയം സ്ഥാനം തെറ്റിയപ്പോൾ ഉണ്ടായ പ്രശ്നം. പിന്നീട് ഒരു പ്രണയം നാം കേൾക്കുന്നത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തെ പ്രണയമാണ്. സ്വവർഗ പ്രണയം. അതിന് നമ്മുടെ നാട്ടിൽ ഇപ്പൊ വേറെ പേരുണ്ട്. LGBT എന്നൊക്കെ പറഞ്ഞ് പല ഓമന പേരുകളിലാണ്. ആണിനെ പ്രണയിക്കുക, ആണിനെ കല്യാണം കഴിക്കുക, പെണ്ണിനെ പ്രണയിക്കുക, പെണ്ണിനെ കല്യാണം കഴിക്കുക. നിങ്ങൾക്ക് ചിരി തോന്നുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിപാടി അങ്ങനെ നടന്നു ഇപ്പൊ അടുത്ത കാലത്തൊക്കെ. അതിന് പത്രമാധ്യമങ്ങൾ സപ്പോർട്ടാണ്, ഗവൺമെന്റുകള് കോടതികളൊക്കെ സപ്പോർട്ടാണ്. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട പരിപാടി മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്താണ് നടക്കുന്നത്. ലൂത്ത് നബി ഇത് ഒരാൾ ചെയ്യുമ്പോഴല്ല, ഒരു സമൂഹം ഒന്നടങ്കം അതിലേക്ക് പെടുമ്പോഴാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു ചെറുക്കന്റെ കൂടെ ഒളിച്ചോടുന്നത് വലിയ ആനക്കാരിയല്ല. പക്ഷെ ഒരു സമുദായത്തിലെ, ഒരു സമൂഹത്തില് അടിക്കടി അങ്ങനെ ഒരു സംഭവം നടക്കുന്നെങ്കിൽ ആ സമൂഹത്തിന്റെ നാശമാണത്. ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ ചെയ്യുന്നത് മഹാവൃത്തികേടാണ്. ഇവിടെ നിങ്ങൾക്ക് പെണ്ണുങ്ങളില്ലേ? നിങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണേ. ആണുങ്ങളെ കല്യാണം കഴിക്കല്ലേ, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ അവരെല്ലാവരും കൂടി മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കളിയാക്കി. മലക്കുകളെ രൂപം മാറി ആണുങ്ങളുടെ വേഷത്തിൽ വന്ന ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട് നാട്ടുകാരെല്ലാം കൂടി വളഞ്ഞു വെച്ചു പോയി. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഫലമ്മാ ജാ അംറുനാ ഫജഅൽനാ ആലിയഹാ സാഫിലഹാ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളയാനാ തീരുമാനിച്ചത്. ഫലമ്മാ ജാ അംറുനാ, എന്റെ കൽപ്പന അവരിലേക്ക് വന്നപ്പോ ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, അവിടെ ആ നാടിനെ ജിബ്രീലിന്റെ ചിറകിന്റെ അറ്റം കൊണ്ട് അപ്പം മറിക്കുന്നത് പോലെ അടിയിലേക്ക് ചിറക് കയറ്റിട്ട ആ നാടിനെ അപ്പം മറിക്കുന്നത് പോലെ കീഴ്മേലെ മറിച്ചു കളഞ്ഞു. ഇന്ന് ജോർദാനിൽ നിന്ന് സിറിയയിലേക്ക് പോകുന്ന വഴിയിൽ ആ സ്ഥലം ഇന്നും സദൂം എന്ന് പറയുന്ന ആ നാട് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുകയാ. അങ്ങനെ ആ സമുദായത്തെ ഒന്നടങ്കം പടച്ച തമ്പുരാൻ നശിപ്പിച്ചു കളഞ്ഞു. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, അവിടെ മേൽഭാഗത്തെ കീഴ്ഭാഗത്താക്കി കളഞ്ഞു. ഫംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീൽ,
സിജ്ജീൽ നരകത്തിൽ നിന്ന് ചൂടാക്കിയ ഒരു തരം കല്ലുകളെ എറിഞ്ഞുകൊണ്ട് ആ സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. പ്രണയം സ്ഥാനം തെറ്റിയപ്പോ പറ്റിയതാ. ഒരു നാട് ഒന്നാകെ അങ്ങനെ വന്നാലേ പ്രശ്ന. പിന്നീട് നാം കേൾക്കുന്ന മറ്റൊരു പ്രണയം അതെവിടെയാണെന്നറിയുമോ? അള്ളാന്റെ ഹബീബ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് പ്രബോധനവുമായി വരുമ്പോ അറബികളുടെ സ്വഭാവം എന്താണെന്നറിയുമോ? പെൺമക്കളെ മുഴുവൻ കുഴിച്ചു മൂടുന്ന സംഭവമാ. പല പല സഹാബാക്കളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തം ബീജത്തിൽ ജനിച്ച പെൺമക്കളെ പച്ചയ്ക്ക് കുഴികുത്തി മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താ കാരണം? നിങ്ങൾ കേട്ടിട്ടുള്ളല്ലോ ഇഷ്ടം പോലെ. മക്ക മുശ്രിക്കുകളായ ആളുകൾ സ്വന്തം പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു. എന്താ കാരണം എന്നറിയോ? നിബിധങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മക്കക്കാരും തൊട്ടടുത്ത നാട്ടുകാരുമായിട്ട് വലിയൊരു യുദ്ധം നടന്നു. എന്നും യുദ്ധം അവിടെ. ആ യുദ്ധത്തിൽ മക്കക്കാര് തോറ്റുപോയി. അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന കൂട്ടത്തിൽ കുറെ ആളുകളെ, ചെറുപ്പക്കാരെയും പെണ്ണുങ്ങളെ ഒക്കെ തടവിൽ പിടിച്ചുകൊണ്ട് ആ കൊണ്ടുപോയ കൂട്ടത്തിൽ ആ മക്കക്കാരുടെ നേതാവിന്റെ മകളും ഉണ്ടായി. അങ്ങനെ കൊണ്ടുപോയി ആകെ പ്രശ്നമായി. യുദ്ധത്തിൽ തോറ്റുപോയപ്പോ അങ്ങനെ പോയി. അങ്ങനെ ഒത്തുതീർപ്പും കരാറുകളൊക്കെ വെറുതെ ഇരിക്കുമല്ലോ. മക്കളെയൊക്കെ തട്ടിക്കൊണ്ടുപോയ ഇവിടെയുള്ളവർ ചുമ്കരിക്കോ, തോറ്റു വിചാരിച്ച് ചുമ്കരിക്കോ. അങ്ങനെ വലിയ വിഷയങ്ങളൊക്കെ ആയി ഒരു ഒത്തുതീർപ്പൊക്കെ ആയി കരാറുണ്ടാക്കി. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ പിടിച്ചുകൊണ്ടുപോയ ആളുകളൊക്കെ തിരിച്ചു കൊടുക്കാനും സ്വത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊക്കെ ഒരു കരാറുണ്ടാക്കി. അങ്ങനെ കരാറുണ്ടാക്കി എല്ലാം ശരിയായപ്പോ ഈ തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിൽ മക്കാ മുശ്രിക്കുകളുടെ നേതാവിന്റെ മകളുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോയ പട്ടാളത്തിൽപ്പെട്ട ഒരാളുമായ പെണ്ണിന് പ്രണയത്തിലായി. ചരിത്രത്തിൽ കാണാൻ മുമ്പ് ഇഷ്ടമായിരുന്നു പറയുന്നു, അതെല്ലാം കൊണ്ടുപോയപ്പോ ഇഷ്ടമായിരുന്നു. എങ്ങനെയാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടത്തിലായി. കരാർ അനുസരിച്ച് എല്ലാരും തിരിച്ചുവിട്ടു. ആ പെണ്ണ് വന്നില്ല. ആ പെണ്ണിന് അയാളെ ഇഷ്ടം എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ ജീവിച്ചു. അത് ആ നാട്ടില് വലിയൊരു കോലാഹലമായി, വിവാദമായി, നാണക്കേടായി. അപ്പൊ ആളുകൾ പറഞ്ഞു പെണ്ണായിട്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്, പെണ്ണിന്റെ കുഴപ്പമാണത്. അതുകൊണ്ട് പെൺമക്കളുണ്ടായി വളർന്നു വന്ന് ഇങ്ങനെയൊക്കെ പ്രേമിച്ചും പ്രണയിച്ചും പോയാൽ നമ്മുടെ അന്തസ്സിന് കേടാ. അതുകൊണ്ട് പെൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ കുഴിച്ചു മൂടും. ഇപ്പോഴും അങ്ങനെയാ. പ്രേമിച്ചൊരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയ വാപ്പാക്ക് നാട്ടിൽ തലവർത്തി നടത്താൻ പറ്റുമോ? അങ്ങനെ ആ നാട്ടിൽ അത് വ്യാപകമായി. പെൺമക്കളുണ്ടായാൽ കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഞാൻ ചുമ്മാ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഈ പ്രണയമായാലും എന്ത് സംഗതിയായാലും ഓവറായാൽ ആ സമൂഹത്തിന് നാശമാണ്. ഇപ്പൊ നമ്മുടെ സമുദായത്തിൽ കുറച്ചു നാളായിട്ട് സ്ഥിരം സംഭവം. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാം, അവിടെ പോയി ഇവന്റെ കൂടെ പോയി അപ്പുറവന്റെ കൂടെ. നമ്മുടെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്ത ഒരു കാലം. പഴയ കാലത്ത് നേരെ തിരിച്ചായിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നു. ഞാൻ തൊടുപുഴ ജോലി ചെയ്യുന്ന ഒന്നാമത്തെ പ്രണയം തുടങ്ങുന്നത് ക്യാമ്പസിൽ നിന്നാണ് പ്രണയം തുടങ്ങുന്നത്. കുട്ടികളെ പഠിപ്പിക്കാൻ വിടാതിരിക്കാൻ പറ്റുമോ? ഇപ്പോഴാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്. ആൺ പെൺ വേർതിരിവില്ല. ആണും പെണ്ണൊക്കെ തോളെ കയറ്റി നടക്കുക. ബൈക്കിൽ 3ഉം 4ഉം പേര് കയറിയിരുന്നാ പോവുക. പെൺകുട്ടികളാണ് നമ്മുടെ ആൺമക്കളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോകുന്നത്. ഹോസ്റ്റലിൽ ഒരു റൂമിൽ താമസിക്കുന്നവരുണ്ട്, ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ട്, തൊട്ടടുത്തടുത്ത റൂം. അവരോട് ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ കിടന്ന മോശമല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളാ മോശം. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നുമില്ല, നിങ്ങളാ പഴയ മനസ്സ് ആ കൊനസ്റ്റ് പിടിച്ച കണ്ണും കൊണ്ട് കാണുന്നതിന്റെ കുഴപ്പമാണെന്നാ പറയാ. ചോദിച്ചു ഞങ്ങളുടെ കുട്ടികളോട്. നമ്മുടെ പെൺമക്കളെ വേറെ ആൺകുട്ടികളാ വീട്ടിൽ കൊടുത്തു വിട്ടിട്ട് പോവുക. ടൂറ് പോകുന്ന ഒരുമിച്ചാ പോവുക. നമ്മളത് ചോദ്യം ചെയ്താൽ പറയും നിങ്ങളുടെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ പറയാ. ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്. എല്ലാത്തിലും ഒരു വ്യത്യാസമില്ല. എല്ലാ കോളേജിലും ഇതിനടുത്തൊക്കെ കോളേജുകളുണ്ടല്ലോ, അങ്ങനെയാണ്. പക്ഷെ അതൊന്നും നീ മാറ്റാൻ നമ്മളെയൊക്കെ ഉണ്ടാവില്ല. കോളേജിൽ പഠിപ്പിക്കാൻ പറ്റുമോ? പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഈ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ആരാണെന്നും നമ്മളുടെ ജീവിതാവസ്ഥ എന്താണെന്നും
ഇതിന്റെ പിന്നിലുണ്ടാവുന്ന ഭവിഷ്യത്ത് ഇന്നതാണെന്നും പ്രേമിച്ച ഒരു ആണിനും പെണ്ണിനും തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നും ബോധ്യപ്പെടുത്തി കൊടുക്കുക. മറ്റൊരു മതക്കാരന്റെ കൂടെ പോകുന്നതോടെ ജീവിതമല്ല കിട്ടുക, ദുനിയാവിലും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്നു വാതു പറയുന്നത് പോലെയല്ല. ശാന്തമായി കുട്ടികളോട്, അങ്ങനെ പല വീട്ടിലും വാപ്പായും മക്കളും തമ്മിൽ വർത്താനം പറയാറില്ല, ഉമ്മായും മക്കളും തമ്മിൽ വർത്താനം പറയാറില്ല. ആവശ്യമുള്ള സാധനം വായിച്ചു കൊടുത്തെങ്കിൽ ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് കൊടുത്തേക്കും. മക്കൾ എവിടെ പോകുന്നു? പെൺമക്കള് മാത്രല്ല ആൺമക്കളെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് പെൺമക്കളെ അല്ല. മക്കളെ ആരും മോണിറ്റർ ചെയ്യാറില്ല, സമയമില്ല, എല്ലാവർക്കും തിരക്കാണ്. എന്റെ ബഹുമാനമുള്ളവരെ, ഒന്നാം പ്രണയം കോളേജുകളിൽ നിന്നാണ്. ആ പ്രായത്തിലുള്ള കുട്ടികളോട് അതിന്റെ തഞ്ചത്തിൽ അതിന്റെ ഉപ്പമാരും ഇടപെടേണ്ട സമയങ്ങളിൽ കൃത്യമായി ഇടപെടുക. ഇല്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എവിടെയാ? മക്കളുടെ വിവാഹമാണ്. എന്തേ കല്യാണം കഴിഞ്ഞവര് പോകുന്നത് എന്തുകൊണ്ടാ? എന്റെ ബഹുമാനമുള്ളവരെ, മക്കൾക്ക് വധൂവരന്മാരെ തിരഞ്ഞെടുക്കുമ്പോ പണം മാത്രം നോക്കല്ലേ. കഴിവും തണ്ടേടവും സാമർഥ്യമുള്ള പെണ്ണുങ്ങൾക്ക് വർത്താനം പറയാത്ത കാരണം മണ്ണുണ്ണികളെ കിട്ടുകയാണെങ്കിൽ കഴിച്ചാൽ ആ പെണ്ണ് നിൽക്കൂല. നല്ല കാശുള്ള വീട്ടിലെ കാണാൻ നല്ല മീശയൊക്കെ ഉണ്ട്, ഒരു മണ്ണുണ്ടിയാ. എല്ലാരും ഉണ്ടോ? തുങ്കിഹുൽ മർഅത ലിഅർബഇ ഹിസാൽ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ അൽഫർ ബിദാത്തിദ്ദീൻ. എന്റെ ഭാഷ മാറിപ്പോകുന്നു വിചാരിക്കരുത്, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലാ മനസ്സിലാവും. ആ വടിവൊത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. മകളെയോ മകനെയോ കല്യാണം കഴിച്ചു കൊടുക്കും, നല്ല കഴിവും സാമർഥ്യവും തണ്ടോടവും സൗന്ദര്യമുള്ള ഒരു പെണ്ണിന് ഒരു മണഗുണാഞ്ചനെ കല്യാണം കഴിച്ചു കൊടുത്താൽ നിൽക്കുവോ? ഇസ്ലാമികമായി അത് കുഫുവല്ല. വിദ്യാഭ്യാസമുള്ള പെണ്ണിന് വിദ്യാഭ്യാസമുള്ളതിനെ ദീനീയ എന്ന് പറയുന്നത് കീഴ്പോട്ട് നോക്കി എന്താ നടക്കുക? കടയിൽ പോകാത്തവൻ, ചായ കുടിക്കാത്തവൻ, കൂട്ടുകൂടാത്തവൻ അർത്ഥമില്ല. എന്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, എന്റെ മോൻ പക്കിയ അവസ്ഥ, അവന് പുറത്തേട്ട് ഇറങ്ങൂല, അവൻ കടയിലൊന്നും പോകൂല, അവനൊരു കൂട്ട് കിട്ടൂല. അത് നല്ല സ്വഭാവം അല്ല, അവനെന്തോ തകരാറുണ്ട്. നിങ്ങളെന്നെ ആരും കുറ്റപ്പെടുത്തരുത്, എന്റെ ജീവിതാനുഭവം എന്ന് പറയുന്ന അവനെന്തോ തകരാറുണ്ട്. ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരന് കൂട്ടുകാരില്ലേ, അവനെന്തോ കംപ്ലൈന്റ് ഉണ്ട്. അവൻ വീട്ടില് വാതിലടച്ച് ചുമ്മാ ഇരിക്കുകയാണോ? അവന്റെ സ്വഭാവത്തിൽ എവിടെയോ തകരാറുണ്ട്. 24 മണിക്കൂറും ഇന്റർനെറ്റിലും ഫോണിലുമാണോ? അവനെന്തോ തകരാറുണ്ട്. അവനെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവൻ അതുപോലെ തന്നെ ഇരിക്കും. ആ നമ്മൾ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന തീറ്റ കൊടുക്കാനില്ല. നിങ്ങളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് തീറ്റ മേടിച്ചു കൊടുക്കാനില്ലാണ്ടല്ല. ഒരു പെണ്ണിന് വേണ്ടത് ഭർത്താവിനെയാണ്. എന്റെ ഭാര്യയ്ക്ക് നമ്മളുടെ ഭാര്യമാരോട് മാന്യമായി ഇടപെടണം. എന്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും നമ്മുടെ പെൺമക്കളുടെ ആണെങ്കിലും നമ്മുടെ മരുമക്കളുടെ ആണെങ്കിലും അവരോട് പെരുമാറുന്നതിന് മര്യാദയുണ്ട്. ഇസ്ലാമിൽ അതിന് നിയമമുണ്ട്. തുങ്കിഉൽ മർഅതാനി അർബഅ ഹിസാൽ ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വൽവർഹിദാത്തിദ്ദീൻ. എല്ലാവർക്കും കുഫുവത്ത ആളുകളെ കൊണ്ട് കല്യാണം കഴിക്കാൻ ശ്രമിക്കണേ, ഇല്ലെങ്കിൽ വിവാഹങ്ങൾ നിലനിൽക്കില്ല. വിവാഹം കഴിഞ്ഞ പല പെണ്ണുങ്ങളും പോകുന്നത് അങ്ങനെയാ. അതുപോലെ റീയൂണിയൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ലോക തോൽവിയാണ്. നിങ്ങൾ അതിനെ എന്നെ എന്ത് പേര് വിളിച്ചു പറഞ്ഞാലും അത് തോൽവിയാണ്. കുടുംബ ബന്ധം തകരാറിലാകുന്നതിന്റെ പ്രധാന കാരണം റീയൂണിയനാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ച ആണും പെണ്ണുങ്ങളെല്ലാം അക്കാലത്ത് 1988 പഠിച്ചവരുടെ ഒരുമിച്ച് കൂടൽ, 1996 SSLC പഠിച്ചവരുടെ ഒരുമിച്ച് കൂടൽ, 1995 PhD പഠിച്ചത് ഡിഗ്രിക്ക് പഠിച്ചവരുടെ ഒരുമിച്ച് കൂടലുണ്ടല്ലോ. അപകടമാ, വലിയ അപകടമാണ്. നമ്മുടെ പെണ്ണുങ്ങളെ, ഭാര്യമാരെ, പെൺമക്കളെ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കൂടാൻ വിട്ടാൽ അവർ തമ്മിൽ പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള ചെറിയ ചെറിയ പ്രണയങ്ങൾ ഇങ്ങനെ മുട്ടിട്ട് വരും. നമ്മൾ കല്യാണം കഴിച്ച പല ആളുകളും കല്യാണം കഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തിയായ പെണ്ണുങ്ങളെയല്ല. നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുത്തിരിക്കുന്ന പലരും ആ പെണ്ണുങ്ങളെ, നിങ്ങളുടെ മക്കൾ പെൺമക്കൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഭർത്താവിനെയല്ല. നിങ്ങളുടെ ആൺമക്കൾ കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടികൾ പലരും നിങ്ങളുടെ ആൺമക്കൾ ആഗ്രഹിച്ച തരത്തിലുള്ളതല്ല. ആ പ്രശ്നം എല്ലാവർക്കും നിലനിൽക്കുന്നുണ്ട്. ശരിയല്ലേ?
ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ, ഞാൻ വെറുതെ പറയല്ല. പല ആളുകളും വലിയ സ്വപ്നം കണ്ടുകൊണ്ടാകുക പെണ്ണെട്ടാൻ ഇറങ്ങുക. എന്റെ അയൽവക്കത്തുള്ള ഒരാൾ പറഞ്ഞാല് പെണ്ണെട്ടാൻ ഇറങ്ങിയിട്ട് നോക്കിയപ്പോ എന്റെ പൊന്നു സലാമോലി ഓട്ടീക്കട നടക്കുമ്പോ എന്തോ ഒരു പെൺകുട്ടികളാ, വീട്ടിൽ ചെന്ന് നോക്കുമ്പോ അതിന്റെ മൂത്തതൊക്കെ മുരടിച്ചിരിക്കുകയാണ്. മനസ്സിന് എല്ലാവർക്കും തൃപ്തിയായിരുന്നില്ല കല്യാണം കഴിച്ചിട്ടുള്ളത്. കല്യാണം കഴിച്ചതിന് ശേഷം അങ്ങ് തൃപ്തിയാകല. അപ്പൊ അതനുസരിച്ച് വേണം തുടർന്നുള്ള പെരുമാറ്റങ്ങൾ. ഇതൊന്നും നിങ്ങളോട് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുമ്പോ കളിയാക്കാനും ഇത് അങ്ങനെ കൂടിയിരുന്ന് വർത്താനം പറയാൻ ആളുണ്ടാവുള്ളൂ. ഇത് നിങ്ങളെല്ലാം മുഅ്മിനീങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കൊണ്ട് പറഞ്ഞതാ. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് മഹല്ലുകളിൽ ജോലി ചെയ്ത അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാ. ഇങ്ങനെയൊന്നും ആരും പള്ളി പറയില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നുണ്ടാവും ഉസ്താദെ തൊട്ട് വർത്താനം വെള്ളിയാഴ്ച ജുമായ്ക്ക് പറയുന്നത്. ഇത് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു കുടുംബമാണ് തകർന്നു പോയത്. മിനിഞ്ഞാന്ന് ഞാൻ കണ്ടതാ, 2.5 വയസ്സുള്ള കൊച്ചിൽ നിന്ന് കരയാ. നട്ടുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഉമ്മ ഇറങ്ങിപ്പോയി. അന്യമതക്കാരന്റെ കൂടെ. AC ഉള്ള വീടാ, 1600 സ്ക്വയർ ഫീറ്റിനേക്കാൾ വലിപ്പമുള്ള വീടാ, എല്ലാ സൗകര്യവും ഉണ്ട്. കെട്ടിയും ഗൾഫിലുമാ, കാശിഷ്ടം പോലെയാ. തരക്കാർ കൊണ്ടുപോയി തിന്നുമായിരുന്നു ഇതുവരെ. ആ പെണ്ണിറങ്ങിപ്പോയി അന്യമതത്തിന്റെ കൂടെ. എന്തിന്റെ കുറവാ? 2 മക്കൾ, മൂത്തതാണ്, ഇളയത് പെണ്ണ്. ഇങ്ങനെ ഒരു വീട്ടിലല്ല. ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തുകയും നമ്മുടെ കുടുംബങ്ങൾ കൃത്യമാക്കിയില്ലെങ്കിൽ നമ്മളൊക്കെ സങ്കടപ്പെടേണ്ടി വരും. വിവാഹങ്ങൾ നടത്തുമ്പോൾ കുഫുവത്ത ആളെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുക. നമ്മുടെ വീട്ടിൽ അന്യ ആളുകൾക്കുള്ള അമിതമായ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും സർക്കാർ നടത്തുക പാടില്ല. മിറ്റത്ത് നിൽക്കുന്നവൻ മിറ്റത്ത് നിൽക്കട്ടെ. സിറ്റ് ഔട്ടിൽ കയറേണ്ടവൻ മാത്രമേ സിറ്റ് ഔട്ടിൽ കയറാവൂ. വിസിറ്റിംഗ് റൂമിൽ കയറുന്നവനെ അവിടെ കയറാവൂ. ഹാളിൽ കയറാൻ അവകാശമുള്ളവൻ ഹാളിൽ കയറിയാൽ മതി. വന്ന വഴിക്ക് അടുക്കളയിലേക്ക് പോണ പരിപാടി വേണ്ട. അത് നിർത്തിയേ പറ്റും. മണ്ണും പെണ്ണും വേറൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല. മണ്ണും പെണ്ണും വേറൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല. അത് കൈവിട്ടു പോകും. എത്ര നല്ലതാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അന്യ പെണ്ണും അന്യപാണും ഒരുമിച്ചാകാൻ പാടില്ല. ഇസ്ലാമിക നിയമമാ. അത് നോക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ അന്യ ആളുകൾക്കുള്ള അമിതമായ സാഹചര്യം ഒഴിവാക്കി കൊടുക്കുക. ഒരു കാരണവശാലും അങ്ങനെ പാടില്ല. രണ്ടാമത് നമ്മുടെ ഇണകളോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അവരോട് സ്നേഹത്തിന് അനുവർത്തിക്കാതെ ഇസ്ലാമിക നിയമമാണ്. ഭാര്യമാരോട് മാന്യമായി ഇടപെടുക. നമ്മൾ നിക്കാഹിക്ക് പോയി അങ്ങനെയാണല്ലോ പറയണേ, ഉദവിജുക്ക അലാമ. അതാരും കാണാറില്ല. പണ്ട് വീഡിയോ എടുക്കുന്നത് അത് മാത്രമേ സ്പീഡിൽ അടിച്ചു. ഇപ്പൊ അത് എടുക്കാറില്ല. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ഔ മഅറൂഫിൻ ബിതസ്രീഹിൻ ബിഹിസാൻ സവ്വജതുക അൻഗഹദ്. ഇതിലെല്ലാം പെട്ടിട്ടുണ്ട്. ആ നിക്കാഹിന്റെ ഖുതുബയിൽ അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ല നിലയിൽ സംരക്ഷിക്കുക, പറ്റൂലെങ്കിൽ നല്ല നിലയിൽ എന്താക്കുക, ഒഴിവാക്കി വിട്ടേക്കുക. നൂലില്ലാത്ത കെട്ട് കെട്ടിയിടരുത്. പെണ്ണുങ്ങളോട് സ്നേഹത്തിലും ബഹുമാനത്തോടും ആദരവോടും ഇടപെടുക. അവരോട് നമ്മൾ സ്നേഹത്തോടെ ഇടപെട്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ അവരോട് സ്നേഹത്തോടെ ഇടപെടാൻ ഇഷ്ടംപോലെ ആൾ. ഇപ്പൊ ഭയങ്കര സൗകര്യമുള്ള മൊബൈൽ ഉള്ളത് കൊണ്ട് അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കേൾക്കാൻ സമയമില്ലേ. നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നവരാ. അതൊക്കെ ഓക്കെയാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. എപ്പോഴും കെട്ടികളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. മക്കളുടെ പ്രയാസങ്ങൾ കേൾക്കാൻ നമുക്ക് സമയമില്ല. ഭാര്യമാരുടെ പ്രയാസം ഭാര്യമാരോട് എല്ലാം കൽപ്പിക്കാനുള്ളതാണ് നമ്മുടെ ധാരണ. അപ്പൊ അവരോട് നല്ല വർത്താനം പറയുന്ന, നല്ല സോപ്പിട്ട് വർത്താനം പറയുന്ന ആളുകളുണ്ടെങ്കിൽ അതിലേക്ക് എന്താവും, ഇസ്ലാമിയത്ത് ദീനിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പഴക്കാപ്പള്ളിയിൽ നിന്ന് പോയ പെണ്ണ് 15 ജുസ് ഖുർആൻ ഓതി വെച്ചിട്ടാ പോയത്. അർത്ഥം പൂർത്തിയായില്ല, സമയം കിട്ടിയില്ല. അല്ല, ദീനിയായ ദീൻ കൊണ്ട് മാത്രം എല്ലാം തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല. ദീൻ എന്ന് പറയുന്ന ആൾക്കാരെ തന്നെ തെറ്റിദ്ധരിച്ചാൽ മനസ്സിലാക്കി. ദീൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിച്ചാൽ കുറെ നിസ്കാരം കുറെ തൊപ്പിയിട്ട് പള്ളിയിൽ വരലാന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ദീനൊന്നുമല്ല. ദീന എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെടും. ഭാര്യമാരോടുള്ള സമീപനവും പെടും. ലൈംഗികമായ ബന്ധപ്പെടൽ വരെ ദീന. അതും ഇതിന്റെ ഭാഗ. ദാമ്പത്യ ജീവിതം അതിന്റെ ഭാഗ.
ഇതൊക്കെ പറ്റുന്നവന് പഠിക്കുന്ന മതി. അതിലെ പറഞ്ഞ നിങ്ങൾ വിവാഹം കഴിക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. അതിന് പറ്റാത്തവൻ കല്യാണം കഴിച്ച് നാട് നശിപ്പിക്കണ്ട. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിലെ ദീനീ ചുറ്റുപാടുകൾ അങ്ങനെ ആക്കി എടുക്കുക. വീട്ടിൽ കണ്ട അണ്ടനും അടകോടനൊക്കെ കേറി നിറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വീട്ടിലെല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠ ഉണ്ടാകണം. നമ്മുടെ മക്കൾ ആണായാലും പെണ്ണായാലും വേർതിരിവൊന്നുമില്ല. ആണായാലും പെണ്ണായാലും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. പ്രണയം കോളേജിൽ നിന്നാ തുടങ്ങുക. കോളേജിൽ വിടാതിരിക്കാൻ നമുക്ക് പറ്റൂല. ഈ രാജ്യത്ത് തന്നെ നമുക്ക് ജീവിക്കണം. ഈ രാജ്യത്ത് തന്നെ ഒരുപാട് നിയമങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ തന്നെ നിന്നുകൊണ്ട് ഇസ്ലാമികമായി മാന്യമായി നമുക്ക് ജീവിക്കാം. നമുക്ക് കുറച്ചുകൂടി എന്താവണം, കുറച്ചുകൂടി നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിൽ ഇത് ബാധകമാണ്. ഭാര്യമാരോടൊക്കെ ഇച്ചിരി റൊമാൻറ്റിക്കായി സംസാരിക്കുന്നവർക്ക് ഗൗരവത്തിൽ തന്നെ എന്നാണ് നമ്മളെ പേടിയുണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇണയാണ്. കുന്ന ലിബാസും ലക്കും അന്തും ലിബാസും ലകുന്ന. നമ്മുടെ എല്ലാ രഹസ്യവും അറിയാവുന്ന ആളാണ് ഭാര്യ. അപ്പൊ അവർക്ക് ആ ഒരു പരിഗണന കൊടുക്കുക. ഒരിക്കൽ അറിയാതെ ചൂടായ തന്നെ മറ്റൊരു സമയത്ത് എല്ലാവർക്കും അറിയാം. അതുപോലെ കുടുംബത്തിന്റെ അന്തരീക്ഷം ആ തരത്തിൽ പാകപ്പെടുത്തിയെടുക്കുക. ഞാനിത് പറയാൻ കാരണം വെച്ചാല് ഇത് നമുക്കിത് പറഞ്ഞു തരാൻ ആളില്ല. നമ്മൾ ഈ സംവിധാനത്തെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ഒരു അന്യമതക്കാരനോട് ഒരു പെണ്ണിറങ്ങി പോയി ആകെ കൂടി നമുക്കൊരു വികാരം കാണും.